നിന്റെ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായും മറുപടി ലഭിക്കും കേട്ടോ. ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരും. ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ദൈവം എന്തിനാണ് ഈ പ്രതിസന്ധികൾ, ഈ പ്രയാസങ്ങൾ, ഈ ചില സഹനങ്ങൾ? നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ, ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? ദാനിയേലിനെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വ്യക്തി എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട വ്യക്തിയായിരുന്നു ദാനിയേല്. എന്നാൽ ദാനിയേലിനെ സംരക്ഷിച്ച ദൈവം ദാനിയേലിന്റെ ജീവിതത്തിലൂടെ അനേകർ ആ ദൈവത്തിന്റെ മഹിമയെ, മഹത്വത്തെ കാണുവാൻ ഇടയായി തീർന്നതുപോലെ ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നതിലൂടെ നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി തീരും. നിന്നിലൂടെ അനേകർ ഈ ദൈവത്തിന്റെ സ്നേഹവും കരുണയും അനുഭവിച്ചറിയാനായിട്ട് കടന്നു പോവുകയാണ്. കർത്താവ് ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങിയത് നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടിയായിരുന്നു. അപ്പസ്തോല പൗലോസ്ലീഹയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ റോമിലേക്കുള്ള യാത്രയ്ക്ക് നടുവിൽ വലിയ കൊടുങ്കാറ്റിൽ കപ്പൽ തകർന്നവർ മാൾട്ട ദ്വീപിലേക്ക് എത്തിപ്പെട്ടത് ആ ദ്വീപുവാസികളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് ആ ദ്വീപിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സഹനങ്ങൾ അനുഗ്രഹത്തിന് കാരണമായി തീരും. അത് ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു സാക്ഷ്യമായി തീരും. നിന്നിലൂടെ അനേകർ ദൈവ